ഹായ് ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ലോങ് വീഡിയോ ഇടാൻ ശരിക്കും നല്ല മടിയാണ് കേട്ടോ. കാരണം ഇത്രയും വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര മടിയാണ്. അപ്പോൾ ഇന്നല്ല, ഞാൻ ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ്. വീട്ടിലോട്ട് പോവുകയാണ്, അന്ന് തന്നെ തിരിച്ച് വരും. അപ്പോൾ സാധാരണ ഏട്ടൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ അധിക നേരമൊന്നും വീട്ടിലിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ ഇറങ്ങാം, ഏട്ടൻ വൈകുന്നേരം വരുമ്പോൾ ഏട്ടൻ്റെ കൂടെ തിരിച്ച് വരാമല്ലോ എന്ന് വിചാരിച്ചേ. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. ഞാൻ സാധാരണ സ്കൂളില്ലെങ്കിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പോയിട്ട് വരും. പക്ഷേ എല്ലാവരും അറിഞ്ഞാണല്ലോ നമ്മൾ തുരങ്കപാതൻ്റെ അവിടെ മണ്ണൊക്കെ ഇടിഞ്ഞതൊക്കെ വയനാട്ടിൽ. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടാണ് വീടൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ ആ ടൈമിൽ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ ശനിയാഴ്ച പോകാമെന്ന് വിചാരിച്ചത്. ഇന്നാകുമ്പോൾ അനിയത്തിൻ്റെ പിറന്നാളും കൂടിയാണ്. അപ്പോൾ ഒന്ന് അവളെ കണ്ടിട്ട് വരാമെന്നും വിചാരിച്ച് അങ്ങനെ ടൗണിലെത്തിയിട്ട് ചേച്ചീനെ ഫോൺ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് അമ്മ വിളിക്കുന്നുണ്ടായത്. അവർ മേപ്പാടി ഉണ്ട്, എപ്പോഴാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിത് അവിടെ മേപ്പാടി ഉണ്ടെന്ന്. അങ്ങനെ നേരെ പോയപ്പോൾ അവർ പച്ചക്കറിയൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചെരുപ്പ് മേടിക്കാൻ വേണ്ടി കയറിയ. അപ്പോൾ അനിയത്തിൻ്റെ അടുത്ത് ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഡ്രസ്സൊന്നും വേണ്ട, എനിക്ക് ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്, എനിക്കൊരു ചെരുപ്പ് മേടിച്ചു തരുമെന്ന് പറഞ്ഞേ. അപ്പോൾ ചെരുപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ കൂട്ടത്തിൽ ഞാൻ എനിക്കും കൂടി ഉള്ളത് എടുത്തിട്ടോ. അപ്പോൾ അച്ഛനും 1-2 സാധനം മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. കാരണം അവൾക്ക് കേക്കൊക്കെ ഓർഡർ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ അതിനൊക്കെ വേണ്ടി പോയതായിരുന്നു. അങ്ങനെ തന്നെ ഞങ്ങൾ ചെരുപ്പൊക്കെ മേടിച്ച് ബില്ലൊക്കെ അടച്ചപ്പോഴേക്കും അച്ഛൻ തിരിച്ചു വന്നേ. എന്നിട്ട് അച്ഛൻ പറഞ്ഞാൽ എന്തായാലും മക്കളെ കൊണ്ട് വന്നേലും നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന്. അങ്ങനെ നേരെ ഫേമസിലോട്ട് പോയേ. ഇവിടെ തന്നെ ആയിരുന്നു കേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ്, എന്നെ വീഡിയോയിൽ കാണിക്കേണ്ട, ഞാൻ കൊള്ളത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിങ്ങൾ വീഡിയോ കാണിച്ചെന്ന് വിചാരിച്ചിട്ട് യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തത് പറഞ്ഞിട്ട് അതാണ് മുഖം അങ്ങനെ കൈ വെച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഓരോ പപ്സും ഞങ്ങൾ ഓരോ ചിക്കൻ റോളും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചി 1-2 ഫാൻസി സാധനമൊക്കെ അവൾക്ക് മേടിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഫാൻസി കയറിയേ. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ആവശ്യമില്ലാതെ വണ്ടികളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോലീസുകാരെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകണേ. 1-ാം മൈലിലെത്തിയപ്പോൾ ഒരു ചെറിയ സാധനം മേടിക്കാൻ മറന്നു പോയിരുന്നു. വേറെ ഒന്നുമല്ല കേട്ടോ, പാല്. ഞങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പാല് നിർബന്ധമാണ്. അപ്പോൾ പാലൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അച്ഛൻ്റെ പരിചയത്തിലുള്ള ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ അവിടെ തന്നെ നിന്ന് വർത്താനം പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം അമ്മയ്ക്ക് സാധനങ്ങളൊക്കെ താഴേക്ക് ഇറക്കി വെക്കാൻ വേണ്ടി പോയി. അപ്പോൾ അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സിയാബാക്ക ബാക്കി സാധനങ്ങളും കൂടി താഴേക്ക് ഇറക്കി തന്നിട്ടോ. അച്ഛൻ്റെ സ്ഥിരം സാരഥിയാണ് സിയാബാക്ക. അങ്ങനെ ഇതാ മക്കൾ ഓടുക കേട്ടോ. അവർക്ക് ഇങ്ങോട്ടേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം വേറെ എവിടെയും അങ്ങനെ പോക്കൊന്നുമില്ല. അപ്പോൾ ആകെ വരുന്നത് വീട്ടിലോട്ടാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താകുമ്പോൾ അവർക്ക് അവരുടേതായ ഇഷ്ടത്തിൽ നടക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് ഞാൻ ആദ്യം പോയി നോക്കിയത് നമ്മളെ തുരങ്കപാതൻ്റെ അവിടെ ഇടിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ശരിക്കും കാണാൻ പറ്റിയില്ല. കാരണം ചോലയൊന്നും അടിച്ചിട്ടില്ലായിരുന്നു, എല്ലാ മരങ്ങളും വെട്ടി മാറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് ശരിക്കും കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് മേലോട്ട് തന്നെ കയറിപ്പോയിട്ടോ. അപ്പോൾ റോട്ടിൽ അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഒന്ന് അങ്ങോട്ടേക്ക് വരുമെന്ന്. അതിൻ്റെ അടുത്തോട്ടൊന്നും പോയിട്ടുണ്ടായില്ല, കാരണം ഒരാളെയും കൂടി അന്ന് കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പാതിയിൽ നിന്ന് തന്നെ അവിടേക്ക് ഒന്ന് കണ്ടിട്ട് വന്നിട്ടോ. ഈ മണ്ണ് ഇടിഞ്ഞിട്ട് നേരെ വന്നിട്ടുള്ള സ്ഥലത്താണ് എൻ്റെ അച്ഛൻ പണിയെടുക്കുന്നത്. അവിടെ ഒരു ഏലത്തോട്ടമായിരുന്നു ചെറുത് കേട്ടോ. അപ്പോൾ അച്ഛൻ ആ തോട്ടമൊക്കെ നോക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇനി അച്ഛന് പണിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം അവിടെ വന്നിട്ടാണ് ഈ മണ്ണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത്. ബാലൻസ് മാറ്റുന്ന മണ്ണും ആ സ്ഥലത്തോട്ടേക്ക് തന്നെയാണ് മാറ്റുന്നത്. അപ്പോൾ ഇനി അച്ഛൻ എന്തെങ്കിലും വേറെ പണിയും കാര്യങ്ങളൊക്കെ നോക്കണം. കാരണം ഇതൊക്കെ ഒന്ന് ശരിയായി വരുമ്പോൾ എന്തായാലും കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ പണിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ അച്ഛനിങ്ങനെ ഏട്ടനോട് ഇങ്ങനെ പറയാട്ടോ. അപ്പോൾ ഞങ്ങളെയൊക്കെ വിളിച്ചിട്ട് ഒരു വിഷമമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനൊന്ന് ഹാപ്പി ആവാം, ഞങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ടെൻഷനൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാട്ടോ. ഈ കാണുന്ന സ്ഥലത്താട്ടോ അച്ഛൻ പണിയെടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടെ ഒരു 50 ചെടി എങ്ങാനും ഏലച്ചെടിയുള്ളൂ, ബാക്കി കംപ്ലീറ്റ് പോയി. അപ്പോൾ അച്ഛന് ഇത്ര ദിവസം ഈ ഇടിയുന്ന ആ ഒരു ടൈം വരെ ഒരു 5 മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് അച്ഛൻ അവിടെ നിന്ന് മാറിയത്. അപ്പോൾ അച്ഛന് നല്ലൊരു എന്താ പറയുക ആകപ്പാടെ ടെൻഷനായിട്ടിരിക്കുകയാണ്. കാരണം ഒരു ഉപജീവന മാർഗ്ഗമല്ലേ പോയത്. അപ്പോൾ വിഷമങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം നോക്കിയപ്പോഴേക്കും എനിക്കും ആകെ ടെൻഷനായിട്ടോ. കാരണം ഇനിയിപ്പോൾ ഞങ്ങളെ കെട്ടിച്ചതും വീട് പണി കഴിഞ്ഞതിൻ്റെയൊക്കെ കുറേ ലോണും കാര്യങ്ങളൊക്കെ അച്ഛനുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി എങ്ങനെ അടയ്ക്കാമെന്നൊക്കെ എനിക്ക് പാവം ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ ഞാനധികം നേരം അവിടെ നിൽക്കാൻ നിന്നില്ല, മക്കളെയും വിളിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോയിട്ടോ. കാരണം അവിടെ നിൽക്കുമ്പോൾ കൂടുതൽ നമുക്കിങ്ങനെ സങ്കടമായി കൊണ്ടേ നിൽക്കും. ഇപ്പോൾ നമ്മളൊക്കെ ആ സങ്കടം ഉണ്ടാവും. എന്താ പറയുക, അവിടെ മരിച്ചു പോയ ആൾക്കാർ വീട്ടുകാർക്കും. അപ്പോൾ അവിടെ നിന്നിട്ട് എന്താ പറയുക ആകപ്പാടെ ഒരു വിഷമമായപ്പോൾ പിന്നെ നേരെ മക്കളെടുത്ത് ഞാൻ പറഞ്ഞു നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം, ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ്. അവർക്ക് പിന്നെ ഒന്നും മനസ്സിലാവണമെന്നില്ലല്ലോ, എന്താണ് ഏതാണ് എന്നൊന്നും അവർക്ക് അറിയണമെന്നില്ലല്ലോ. അങ്ങനെ എന്തായാലും പണി പോയാലും വേണ്ടിയില്ല, ആളെ ജീവൻ കിട്ടിയല്ലോ എന്നുള്ള ആശ്വാസത്തിൽ
ഇതാ ഞാനും മക്കളെയും കൂട്ടിയിട്ട് തിരിച്ച് പോവാണ്. ഇനി നേരെ വീട്ടിലോട്ട് പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം. അമ്മയ്ക്ക് എങ്ങോട്ടോ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും കൂടി. അപ്പോൾ ഞാനവിടെ എത്തിയിട്ട് മേടിച്ച ചെരുപ്പൊക്കെ ഒന്നിങ്ങനെ നോക്കുകയാണ് കേട്ടോ. അവൾക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞത്. എന്താണെന്നറിയില്ല, അവളറിഞ്ഞൊരു വെറൈറ്റി ടൈപ്പാണ്. നമ്മൾ നല്ലത് കാണിച്ചു കൊടുത്താലൊന്നും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. എന്തായാലും അവൾക്ക് ഇഷ്ടപ്പെട്ടതല്ലേ. അങ്ങനെ അതാ ചോറൊക്കെ തിന്ന് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നീച്ചപ്പോഴേക്കും അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മോളടുത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എന്താ പറ്റിയെന്നറിയില്ല, അവൾ കേക്ക് മുറിക്കുന്ന വീഡിയോ ഒന്നും ഇതിൽ ആഡായിട്ടില്ല കേട്ടോ. എന്ത് പറ്റിയെന്ന് വലിയ പിടുത്തം എനിക്ക് കിട്ടുന്നില്ല. അപ്പം ഞാൻ അവളോട് പറഞ്ഞ്, നീ ഓഫീസിൽ പോയ ടൈമിൽ കേക്കൊക്കെ മുറിച്ചില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എങ്കിലും താട്ട്, ഞാൻ ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്തോളാമെന്ന് പറഞ്ഞേ. അങ്ങനെ അവൾ അവിടെ നിന്ന് മുറിക്കുന്നതിൻ്റെ ചെറിയ വീഡിയോ ക്ലിപ്പാണ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ വേഗം ഫുഡൊക്കെ കഴിച്ച് വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല, കാരണം ചേച്ചി വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആകപ്പാടെ വിഷമമായി. ചേച്ചി ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. കാരണം നാളെ ഏട്ടൻ്റെ പണിയുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നേരെ വീട്ടിലോട്ട് വന്നേ. ഇനി വേഗത കിടന്നുറങ്ങണം കേട്ടോ. ഞാൻ ഡ്രസ്സൊക്കെ അവിടെ നിന്ന് തന്നെ മാറ്റിയിട്ട് തന്നെയാണ് വന്നത്. ഇനി വേഗം കിടന്നുറങ്ങട്ടെ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബായ്.